നമസ്തേ, തങ്കൂസ് കിച്ചണിലേക്ക് സ്വാഗതം. നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു ആഹാരം ഉണ്ടാക്കുകയാണ്. ഇപ്പോൾ എൻ്റെ സ്വന്തം വേണ്ടപ്പെട്ട ഒരാൾ വിളിച്ചു പറഞ്ഞു, ഞങ്ങൾ 3 പേര് വീട്ടിലേക്ക് വരണുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് ചോറ് വേണ്ട. അതനുസരിച്ച് ഞാനൊരു പെട്ടെന്നൊരു ഗോതമ്പ് പുട്ടും ചെറുപയർ കറി ഉണ്ടാക്കുകയാണ്. അത് നിങ്ങളെയും കൂടി കാണിക്കാം. അതിലേക്ക് വേണ്ടത് ഗോതമ്പ് പൊടി, തേങ്ങ, ഉപ്പ്. അപ്പോൾ നമ്മൾ ഈ പൊടിക്ക് ഗോതമ്പ് പൊടിയാണ്, ആശീർവാദ് ഗോതമ്പ് പൊടിയാണിത്. ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പിടുകയാണ്. ഇതിന് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കുറച്ച് വെള്ളം ഒഴിക്കാൻ പാടില്ല, അല്ലെങ്കിൽ മണിയായി പോവും. നമ്മൾ ചെറിയ രീതിയിൽ വെള്ളം ഒഴിക്കാൻ പാടില്ല. ഇത്രശം വെള്ളം ഒഴിച്ചിട്ട് മെല്ലെ നനച്ചെടുക്കണം, അല്ലെങ്കിൽ പൊടി കട്ടയായി പോവും. കട്ടയാവാതിരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കുറച്ച് വെള്ളം വീതം പല പ്രാവശ്യം ഒഴിച്ച് നനച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ഗോതമ്പ് പൊടി നമ്മൾ നനച്ചെടുത്തു. അല്ലേ, കട്ടയൊന്നുമില്ല, നീറ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. കുറച്ചധികം സമയമാണെങ്കിൽ ഈ ഭംഗിയായിട്ട് നനച്ചെടുക്കാൻ പറ്റും. അധികം സമയം വേണം ഇതിന്. ഇനി നമുക്ക് പുട്ട് റെഡിയാക്കാം. ഇപ്പം നമ്മുടെ പുട്ടിൻ്റെ വെള്ളം തിളച്ച് നമ്മൾ തേങ്ങ ഇട്ടു. സാധാരണ അരിപ്പുട്ട് ഉണ്ടാക്കണ പോലെ തന്നെ, വേറെ വ്യത്യാസമൊന്നുമില്ല. ഇപ്പം നമ്മുടെ പുട്ട് അടപ്പത്ത് വെച്ചു. ഇപ്പം നമ്മുടെ പുട്ട് റെഡിയായി. നമുക്ക് നോക്കാം. ഇപ്പം നമ്മുടെ ഗോതമ്പ് പുട്ട് റെഡിയായി. പുട്ടിൻ്റെ കറി റെഡിയാക്കാം നമുക്ക്. ഇത് 250 ഗ്രാം ചെറുപയറുണ്ട്, 1 മുറി തേങ്ങയുണ്ട്, വെളുത്തുള്ളി 4-5 മതി. ഇത് അധികമുണ്ട്, ആവശ്യത്തിന് മാത്രം എടുക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, വെളിച്ചെണ്ണ. ഇത് ശരിയായിട്ടും പറയുകയാണെങ്കിൽ ഇത് നനച്ച് വെച്ച് മുളപ്പിച്ചിട്ട് വേണം ഈ കറി ഉണ്ടാക്കാൻ, എങ്കിലേ അതിന് ശരിയായ രുചി വരുള്ളൂ. നമുക്കിപ്പോൾ സമയമില്ല. 3/4 മണിക്കൂറിനകം ഇവിടെ ആഹാരത്തിന് ആൾ റെഡിയായിട്ട് വരും. അപ്പോഴത്തേക്കും നമുക്കിത് ഇങ്ങനെ തന്നെ വിസിലടിപ്പിച്ചാൽ മതി. 3-4 വിസിലടിപ്പിച്ചാൽ റെഡിയാക്കാം. നമുക്കിപ്പോൾ ചെറുപയർ ക്ലീനായിട്ട് കഴുകി കുക്കറിലിട്ട് 3-4 വിസിലടിപ്പിക്കാം, എന്നിട്ട് കാണിക്കാം ബാക്കി. ഇപ്പം നമ്മൾ പയർ കഴുകി ക്ലീനായിട്ട് കൊണ്ടുവന്നു. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഇത് മുളപ്പിച്ചിട്ട് വയ്ക്കേണ്ടതായിരുന്നു. നമുക്ക് സമയമില്ലാത്ത കാരണം ഇങ്ങനെ തന്നെ വയ്ക്കുക. എനിക്ക് സമയക്കുറവ് കാരണം ഞാൻ തിളപ്പിച്ച വെള്ളം കുക്കറിൽ ഒഴിക്കുകയാണ്. ഏതാണ്ട് കുക്കറിൻ്റെ പയറിൻ്റെ മുകളിൽ വെള്ളം നിൽക്കണം. നമുക്കിത് അടച്ച് വെയിറ്റ് ഇട്ട് അടുപ്പത്ത് വയ്ക്കാം. ഇത് 3 വിസിലടിക്കുമ്പോൾ നമുക്ക് തുറന്നു നോക്കാം. ഇപ്പോൾ നമ്മൾ 3 വിസിലടിച്ചു. നമ്മൾ ഓഫാക്കുകയാണ്. ആവി പോണ സമയം കൊണ്ട് നമുക്കതിലേക്ക് വേണ്ട മസാല റെഡിയാക്കാം. ഇതിലേക്ക് ആവശ്യമായ തേങ്ങ ഇടുകയാണ്.
1 സ്പൂൺ മുളക് പൊടി, അര സ്പൂൺ മഞ്ഞൾപ്പൊടി, ഞാൻ മല്ലിപ്പൊടിയുടെ കാര്യം പറയാൻ മറന്നുപോയി. 1 സ്പൂൺ മല്ലിപ്പൊടി വേണം. നാലോ അഞ്ചോ ചുള വെളുത്തുള്ളി. അധികം ചേർത്താൽ കുഴപ്പമില്ല. അരയാനുള്ള വെള്ളമൊഴിച്ച് നമ്മൾ അരയ്ക്കാൻ പോവുക. ഇപ്പം നമ്മുടെ ആവി പോയി. നമുക്ക് വെന്തോന്ന് നോക്കാം. ഇപ്പം നമ്മുടെ ചെറുപയർ വെന്തു. കറക്റ്റ് വെള്ളമായിരുന്നു. ഇനി നമുക്ക് ഇതിലേക്ക് അരപ്പ് ചേർക്കാം. ഇപ്പം നമ്മുടെ മസാല ഇതിലേക്ക് ചേർക്കണം നമ്മൾ. ഇപ്പം നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. വെള്ളം തിളപ്പിച്ച വെള്ളമാണ് നമ്മൾ ഒഴിക്കുന്നത്. നമ്മൾ പയറിൽ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം ആവശ്യമുള്ള ഉപ്പിടുകയാണ്. നമ്മൾ സ്റ്റൗ കത്തിച്ചു. ഇതൊരു 2-3 മിനിറ്റ് തിളയ്ക്കണം. നമ്മുടെ അരപ്പിൻ്റെ പച്ചച്ചവ പോണത് വരെ ഒന്ന് തിളപ്പിക്കണം. ഇപ്പം നമ്മുടെ ചെറുപയർ കറി കറക്റ്റായിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതിനകത്തേക്ക് കുറച്ച് കരിവേപ്പില ഇടുകയാണ്. വെളിച്ചെണ്ണയ്ക്ക് അളവൊന്നുമില്ല, കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ഇപ്പോൾ നമ്മൾ സ്റ്റൗ ഓഫാക്കുക കേട്ടോ. ഇതാണ് നമ്മുടെ ചെറുപയർ കറി. പക്ഷേ ഇത് വളരെ രുചിയാണെങ്കിൽ മുളപ്പിക്കണമായിരുന്നു. മുളപ്പിച്ചിട്ടില്ല. വീണ്ടും വീണ്ടും അത് തന്നെ പറയുകയാണ്. ഇതാണ് കറി. നമുക്കിത് അടച്ചു വയ്ക്കാം. 2 മിനിറ്റ് അടച്ചു വയ്ക്കാം. അങ്ങനെ നമ്മുടെ ഗോതമ്പ് പുട്ടും ചെറുപയർ കറിയും റെഡിയായി. നമ്മളുടെ വീട്ടിൽ ആഹാരത്തിന് വരാമെന്ന് പറഞ്ഞവർ എത്തിയിട്ടില്ല. എത്തിയാൽ ഞാൻ നിങ്ങളെ വീണ്ടും കാണിക്കാം. നമുക്ക് അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.